എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ രണ്ട് വിധത്തിലുള്ള എപ്പിസോഡുകൾ ചെയ്യുവാനിടയായി തീർന്നു. അതായത് പാർട്ട് 1 നമ്മൾ ചിന്തിച്ചത് അബ്രാഹമിലൂടെ ഇസ്രയേലിൻ്റെ രൂപീകരണം എന്നുള്ളൊരു സബ്ജക്റ്റിനെ കുറിച്ചായിരുന്നു. അതൊരു 33 പാർട്ടായിട്ട് നമ്മളത് ചിന്തിച്ചു. 33 എപ്പിസോഡ് നമ്മൾ ചെയ്യുവാനിടയായി തീർന്നു ദൈവകൃപയാൽ. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമ്മൾ ഏകദേശം ഒരു എന്താ പറയുക, ഇസ്രയേലിൻ്റെ, അതായത് പഴയ നിയമ ഇസ്രയേലിൻ്റെ യഹൂദൻ്റെ ചരിത്രമാണ് നമ്മളതിനകത്ത് പറഞ്ഞുകൊണ്ട് വന്നത്. ഓക്കെ, അതിനുശേഷം ഇപ്പോൾ ഞാനൊരു 5 പാർട്ടായിട്ട് വേറൊരു എപ്പിസോഡ് ചെയ്തത് നമ്മൾക്കറിയാം, യേശുക്രിസ്തുവിലൂടെ പുതിയ നിയമ ഇസ്രയേലിൻ്റെ രൂപീകരണം എന്നുള്ളതാണ് ചെയ്തത്. ജസ്റ്റ് ഞാനെല്ലാം ഒന്ന് ജസ്റ്റ് ഒരു എന്താ പറയുക, ഒന്ന് ഓടിച്ചു വിടുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇന്ന് തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്താണ് ഈ ക്രിസ്ത്യാനിറ്റി, അതായത് ക്രിസ്തു മതം എന്താണ് എന്നുള്ള ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിനുശേഷം എന്താണ് ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ആരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ച് തുടങ്ങും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ക്രിസ്ത്യാനികൾ, അതായത് ക്രിസ്തു മതം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളൊരു സബ്ജക്റ്റാണ് നമ്മൾ ഇന്ന് സംസാരിച്ച് തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ അതിനു മുൻപേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം നമ്മുടെ ബൈബിളിനെ 2 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലേ. ബൈബിളിനെ 2 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അത് ഒന്ന് എന്താണ്, ഓൾഡ് ടെസ്റ്റ്മെൻറ്റ്, അതായത് പഴയ നിയമവും പുതിയ നിയമവും, അങ്ങനെ 2ആയിട്ടാണ് തരം തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പഴയ നിയമം എന്ന് പറയുന്നത് നമ്മൾക്കറിയാം, അത് മെയിനായിട്ടും യഹൂദന്മാരുടെ ഒരു ചരിത്രവും യഹൂദന്മാരോടുള്ള ദൈവത്തിൻ്റെ ഇടപെടലുകളും അവർക്ക് വേണ്ടി ദൈവം അയച്ച പ്രവാചകന്മാരും ആ ഒരു കാര്യങ്ങളൊക്കെയാണ് മുഴുവനായിട്ടും അതിനകത്ത് പ്രതിപാദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വരും, പുതിയ നിയമം എന്ന് പറയുന്നത് നമ്മുടെ പുതിയ നിയമ ഇസ്രയേൽ, അതായത് യേശുക്രിസ്തുവിലൂടെയുള്ള പുതിയ നിയമ ഇസ്രയേലിൻ്റെ രൂപീകരണം എന്ന് പറയുന്ന, അതായത് പുതിയ നിയമ ഇസ്രയേലിനെ കുറിച്ചാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്, നമ്മളുടെ പുതിയ നിയമത്തിലും ലേഖനങ്ങളിലും നമ്മുടെ വെളിപ്പാട് പുസ്തകം വരെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ 2 തട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു ക്വസ്റ്റ്യൻ, സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യനാണ്, അപ്പോൾ ഈ പുതിയ നിയമ ഇസ്രയേലുകാർക്ക് ആവശ്യമുള്ളത് പുതിയ നിയമം മാത്രമല്ലേ ഉള്ളൂ, അതായത് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നെഴുതിയ ലേഖനങ്ങളും നമ്മുടെ അപ്പസ്തോല പ്രവർത്തനങ്ങൾ, റോമർ എന്നൊക്കെ തുടങ്ങിയ ലേഖനങ്ങളും അതുപോലെ വെളിപ്പാട് പുസ്തകവും പോരെ നമ്മൾക്ക് എന്നുള്ളൊരു ചിന്ത സ്വാഭാവികമായിട്ടും ഒരു സാധാരണ ഒരു വിശ്വാസിക്ക് വരുവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഞാൻ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് പറഞ്ഞു തരാം. ഓക്കെ, പഴയ നിയമ ചരിത്രം എടുത്തു കഴിയുമ്പോൾ അവിടെ യഹൂദന്മാരെ മാത്രമാണ് ഫോക്കസ് ചെയ്തത് അല്ലേ. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം എന്ന് പറയുന്നത് യഹൂദന്മാർ മാത്രമായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് അത് എഴുതപ്പെട്ടത്. ഓക്കെ, അപ്പോൾ ഈ പുതിയ നിയമത്തിലോട്ട് നമ്മൾക്ക് വന്നു കഴിയുമ്പോൾ എങ്ങനെയാണ് ഒരു പുതിയ നിയമ ഇസ്രയേൽ രൂപപ്പെട്ടത്, യേശുക്രിസ്തുവിലൂടെയാണ് രൂപപ്പെട്ടത്. അപ്പോൾ ആ യേശുക്രിസ്തുവിൻ്റെ എന്താ പറയുക, മരണ ഉത്ഥാനമൊക്കെ നമ്മൾ വിശ്വസിച്ച്, യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് ആണ് നമ്മളെ എന്താക്കി തീർത്തിരിക്കുന്നത്, പുതിയ നിയമ ഇസ്രയേലാക്കി തീർത്തിരിക്കുന്നത്. അപ്പോൾ ഈ പഴയ നിയമ ഇസ്രയേലും പുതിയ നിയമ ഇസ്രയേലും എന്ന് പറയുന്നത് ദൈവത്തിന് എന്താണ്, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം തന്നെയാണ്. അതുകൊണ്ട് പഴയ നിയമത്തിലുള്ളതും പുതിയ നിയമത്തിലുള്ളതും നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന വചനങ്ങൾ തന്നെയാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ കാരണം പഴയ നിയമത്തിൽ ഞാൻ പഴയ എപ്പിസോഡിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, പഴയ നിയമത്തിൽ പ്രതിപാദിക്കുന്നത് എന്താണ്, വെളിപ്പെട്ട് നിൽക്കുന്നത് യഹോവയാം ദൈവത്തെയാണ് വെളിപ്പെട്ട് നിൽക്കുന്നത്, പിതാവാം ദൈവത്തെ മാത്രമാണ് വെളിപ്പെട്ട് നിൽക്കുന്നത്. ഓർക്കുക, നമ്മൾ പുതിയ നിയമ ക്രിസ്ത്യാനികളാണ്. പുതിയ നിയമ ക്രിസ്ത്യാനികൾക്ക് എന്തുണ്ട്, പിതാവാം ദൈവം ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എന്തും കൂടി ഉണ്ട്, പഴയ നിയമവും നമ്മൾക്കുണ്ട്. ഇനി പഴയ നിയമം നമ്മൾക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിതാവാം ദൈവത്തെ നമ്മൾക്ക് വേണ്ട എന്ന് പറയുകയാണ്. ഒരിക്കലുമല്ല, പിതാവാം ദൈവത്തെ നമ്മൾക്ക് വേണം. അപ്പോൾ ആ പിതാവാം ദൈവത്തെയാണ് മുഴുവനായിട്ടും അതിനകത്ത് യഹൂദന്മാർക്ക് വേണ്ടി വരച്ച് കാട്ടപ്പെട്ടിരിക്കുന്നത്. അത് ആർക്കും കൂടി ഉള്ളതാണ്, പുതിയ നിയമ ഇസ്രായേലായ നമ്മൾക്കും കൂടി ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്തത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം, എന്താണ് ഈ യഹൂദ മതം എന്താണെന്നുള്ളത് ജസ്റ്റ് ഒരു കമ്പി വാചകത്തിൽ ഞാനൊന്ന് പറഞ്ഞു പോകാം. ഓക്കെ, അപ്പോൾ ഈ യഹൂദ മതം എന്നുള്ളത് നമ്മൾക്കറിയാം, നമ്മുടെ ക്രിസ്ത്യൻസിൻ്റെയും യഹൂദന്മാരുടെയും ഒക്കെ ചരിത്രത്തിൽ നമ്മൾ വിശ്വസിക്കുന്നതിൻ്റെ മൂലമായ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്, അബ്രാഹമിലൂടെ തുടങ്ങിയ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പാണ് അല്ലേ. അപ്പോൾ യഹൂദന്മാർക്ക് എന്തുണ്ട്, അബ്രാഹമിലൂടെ അവരുടെ ഒരു എന്താ പറയുക, അവർക്ക് വേണ്ടിയിട്ട് അവർ വിശ്വസിക്കുന്ന, അതായത് യഹൂദന്മാർ വിശ്വസിക്കുന്ന അബ്രാഹമിലൂടെ തുടങ്ങി അവസാനം അവരുടെ എന്താ പറയുക, അവർക്കൊരു രക്ഷകനായിട്ട് അവരെ രക്ഷിക്കുവാനും വേണ്ടിയിട്ടൊരു മിശിഹായുടെ ജനനമുണ്ട്. അതിനുശേഷം അവർക്ക് എന്തുണ്ട്, ഒരു നിത്യതയുണ്ട് എന്ന് ആര് വിശ്വസിക്കുന്നു, നമ്മുടെ യഹൂദന്മാർ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ യഹൂദന്മാർക്ക് എന്ത് മാത്രമേ ഉള്ളൂ, ഏക ദൈവം
എന്ന് മാത്രം അവർ പറയുന്നത്. പിതാവാം ദൈവം മാത്രമേ അവർക്കുള്ളൂ. ആ പിതാവാം ദൈവത്തെ അവർ വിളിക്കുന്നത് യഹോവയാം ദൈവം എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ യഹോവയാം ദൈവം മാത്രമേ അവർക്കുള്ളൂ. കാരണം അവർക്ക് പഴയ നിയമത്തിൽ ആര് വെളിപ്പെട്ടിട്ടില്ല? യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തിയിട്ടില്ല. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളത് യേശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ, നമ്മുടെ സംഖ്യാപുസ്തകത്തിൽ, നമ്മുടെ സങ്കീർത്തനങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ പിന്നീടൊരു വിശദമായൊരു ത്രിത്വത്തെക്കുറിച്ചുള്ളൊരു എപ്പിസോഡ് ഞാൻ ചെയ്യും. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നുള്ളൊരു എപ്പിസോഡ് ഒന്നും കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. അന്നേരം ഞാൻ അതിനകത്ത് ആ റെഫറൻസുകളൊക്കെ എടുത്ത് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്തൊക്കെ ആരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്? യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പുത്രനാം ദൈവം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് എന്താണ്? അവർക്കത് വെളിപ്പെട്ടില്ല. പുത്രൻ എന്നുള്ളത് അവർക്കങ്ങ് ഉൾക്കൊണ്ടിട്ടില്ല. കാരണം അവർ ഏകദൈവമായ യഹോവയാം ദൈവം എന്ന് മാത്രം പറയുന്നു. അപ്പോൾ അവർ വിചാരിച്ചിരിക്കുന്ന അവർക്കൊരു മെഷിഹ വരും, അവരെ രക്ഷിക്കുവാൻ ഒരു മെഷിഹ വരും. അപ്പോൾ ആ മെഷിഹ ആരാണ്? അവരുടെ ഒരു രക്ഷകനെ മാത്രമായിട്ടാണ് അവർ മെഷിഹായെ കണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവർ എന്താണ് വിചാരിച്ചിരിക്കുന്നത്? മിശിഹ അവരുടെ പ്രവാചകന്മാരെ പോലെയൊക്കെ അവരെ രക്ഷിക്കുവാൻ വരുന്ന ഒരു രക്ഷകനാണ് മിശിഹ എന്നാണ് ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഓക്കെ, അവർക്ക് ആ ഒരു വെളിപ്പാടേ അവർക്ക് ലഭിച്ചിട്ടുള്ളൂ. പക്ഷേ നമ്മൾക്ക് പുതിയ നിയമ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കൊരു പുത്രത്വത്തിൻ്റെ വെളിപ്പാടാണ് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് യേശുക്രിസ്തു എന്ന പുത്രനെയാണ് നമ്മൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. അവർക്ക് പഴയ നിയമത്തിൽ, അതായത് യഹൂദന്മാർക്ക് എന്താണ്? യേശു എന്ന ഒരു മിശിഹ എന്നൊരു രക്ഷകനെയാണ് അവർക്ക് വെളിപ്പെട്ടിരിക്കുന്നതെങ്കിൽ പുതിയ നിയമത്തിൽ എന്താണ്? നമ്മൾ പുതിയ നിയമ ഇസ്രായേലിന് എന്താണ് നമ്മൾക്ക് വെളിപ്പെട്ടിരിക്കുന്നത്? യേശുക്രിസ്തു എന്ന പുത്രനെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഓർക്കുക, അതുകൊണ്ടാണ് യഹൂദന്മാർക്ക് എന്തുള്ളൂ? അവർക്ക് പിതാവാം ദൈവം മാത്രമേ ഉള്ളൂ, യഹോവയാം ഏകദൈവം ഏകദൈവം എന്ന് തന്നെ അവരതിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് യഹൂദ മതം എന്ന് പറയുന്നത്. അതായത് യഹോവയാം ദൈവം എന്ന ഏകദൈവം, അവർക്കൊരു മെഷിഹ വരും, അവരെ രക്ഷിക്കുവാൻ ഒരു മെഷിഹ വരും, ഒരു രക്ഷകൻ വരും. അതിനുശേഷം അവർക്ക് എന്തുണ്ട്? ഒരു പുനരുദ്ധാരണമുണ്ട് എന്നുള്ളതാണ് അവർ വിശ്വസിച്ചിരിക്കുന്നത്. അതാണ് യഹൂദ മതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവരുടെ പിന്നെയുണ്ട് യാക്കോബിൻ്റെ 12 മക്കളിൽ ഒരാളായ യഹൂദ. അപ്പോൾ യഹൂദയിൽ നിന്ന് ഒരു രക്ഷകൻ അവർക്ക് ജനിക്കും എന്നാണ് അവർ വിശ്വസിച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ തന്നെയാണ് യേശുക്രിസ്തുവിൻ്റെ ജനനം. യഹൂദ എന്ന് പറയുന്ന അവിടെ നിന്ന് തന്നെയാണ് യേശുക്രിസ്തുവിൻ്റെ ജനനം. അപ്പോൾ ഈ യഹൂദ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം സ്തുതി എന്നാണ്. അപ്പോൾ യാക്കോബിൻ്റെ പുത്രന്മാരായ യഹൂദ എന്ന് പറയുന്ന ആ യഹൂദയുടെ പേരുമായിട്ട് സാമ്യമാണ് എന്തുള്ളത്? യഹോവയാം ദൈവം. ഓക്കെ, അപ്പോൾ ആ യഹോവയാം ദൈവത്തെയാണ് ഇവർ വിശ്വസിച്ചിരിക്കുന്നത്. ആ ഒരു വിശ്വാസം അവർ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊരു മിശിഹ വരാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ് അവർ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഒരു നിത്യത അവർ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് യഹൂദ മതം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ക്രിസ്ത്യാനിറ്റി, അതായത് പുതിയ നിയമ ഇസ്രായേലായ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് ആദ്യം നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഈ ക്രിസ്ത്യാനികൾ എന്നുള്ള പേര് എങ്ങനെയാണ് വന്നതെന്ന് നമ്മൾ കണ്ടു. കഴിഞ്ഞ ഒരു എപ്പിസോഡിലൊക്കെ നമ്മളത് ചിന്തിക്കുവാനിടയായിത്തീർന്ന അന്ത്യോക്യയിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ക്രിസ്ത്യാനികൾ എന്ന പേര് ഉണ്ടായത്. അപ്പം നമ്മുടെ യേശുക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാൾ പോയി ബാക്കി 11 ശിഷ്യന്മാരിങ്ങനെ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ഇങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ പൗലോസും ബർണബാസും ഒക്കെ അന്ത്യോക്യ എന്ന് പറയുന്ന അവിടെ ആ സ്ഥലത്ത് പോയി അവിടെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചപ്പോൾ അവിടെ വെച്ചിട്ടാണ് അവർക്ക് എന്ത് പേര് വന്നത്? യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേര് വന്നത്. അപ്പോൾ ആരാണ് ഈ ക്രിസ്ത്യാനി എന്ന് പറയുന്നത്? ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ, അതായത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെയാണ് എന്ത് വിളിക്കുന്നത്? ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന, അതായത് യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുന്ന, യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെയാണ്, ആ സമൂഹത്തെ പറയുന്ന പേരാണ് ക്രിസ്തുമതം. അതായത് ക്രിസ്തുവിൻ്റെ അനുയായികൾ, ക്രിസ്ത്യാനികൾ. ക്രിസ്തുമതം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെ മൊത്തം ചേർത്ത് പറയുന്നതാണ് ക്രിസ്തുമതം. അപ്പോൾ യഹൂദ മതം ഞാൻ പറഞ്ഞു, അവർക്ക് ആര് വെളിപ്പെട്ടിട്ടില്ല? യേശു ക്രിസ്തു വെളിപ്പെട്ടിട്ടില്ല. അവർക്ക് പിതാവാം ദൈവം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് പുതിയ നിയമ ഇസ്രായേലായ നമ്മളുടെ ക്രിസ്ത്യാനികളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയാണ് നമ്മളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്രിസ്തു മതം അങ്ങനെയാണ് രൂപപ്പെട്ടത്. അപ്പോൾ ക്രിസ്തു മതത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് ഞാൻ പറഞ്ഞു. യേശുക്രിസ്തുവിലുള്ള ആ ഒരു വിശ്വാസം മാത്രമല്ല, യേശുക്രിസ്തു മരിച്ചു, നമ്മൾക്ക് വേണ്ടി മരിച്ചു, നമ്മളുടെ പാവങ്ങൾക്ക് വേണ്ടി മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. ഇനി നമ്മൾക്ക് വീണ്ടും നമ്മൾക്കൊരു നിത്യരക്ഷ വരുവാൻ, നമ്മളെല്ലാം ചേർക്കുവാൻ ഇനി ഒരു രണ്ടാമതൊരു വരവും കൂടി വരും എന്നുള്ള ഒരൊറ്റ വാചകത്തിൽ പറഞ്ഞു നിർത്താം. അതാണ് എന്ത്? പുതിയ നിയമത്തിലുള്ള നമ്മളുടെ ക്രിസ്ത്യാനികളുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ക്രിസ്തു മതം എന്ന് പറയുന്നത് പലതുണ്ട് ഈ ലോകത്തിലല്ലേ. ഇന്ന് ലോകത്തിലെ 1% ആരാണ്? 1 ക്രിസ്ത്യാനികളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മതം, ഞാൻ ഇന്ത്യയിലെയോ കേരളത്തിലെയോ കാര്യമല്ല പറയുന്നത്, ലോകത്തിലെ ഏറ്റവും വലിയ മതം എന്ന് പറയുന്നത് ക്രിസ്തു മതം എന്നാണ്
പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്രിസ്തു മതം എന്ന് പറഞ്ഞിട്ട് പല വിധത്തിലുണ്ട്. ഒന്ന് ആംഗ്ലിക്കൻ സഭ, എന്താ പറയുക, പാശ്ചാത്യ സഭകൾ, പൗരസ്ത്യ സഭകൾ, അങ്ങനെയൊക്കെ പലതുണ്ട് കേട്ടോ. പ്രൊട്ടസ്റ്റൻ്റ് ഉണ്ട്, നമ്മുടെ റോമൻ കത്തോലിക്കുണ്ട്, പിന്നെ എന്താ പറയുക, നമ്മുടെ ഇവരുണ്ട് യാക്കോബിറ്റ്സ്, അങ്ങനെ കുറേ, അങ്ങനെ ഓർത്തഡോക്സുകാർ, അങ്ങനെ പലതുണ്ട്. ഈവൻ അവസാനം യഹോവ സാക്ഷികൾ, പിന്നെ അങ്ങനെ ബ്രദറുകാർ, അങ്ങനെ കുറേ വിഭാഗങ്ങൾ ഇതിനകത്തുണ്ട്. ഈ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നതിനകത്ത് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ഒരൊറ്റ സബ്ജക്റ്റും കൂടെ ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞു വെക്കുകയാണ്. അങ്ങനെ ക്രിസ്തു മതം എന്ന് പറയുന്നത് പുതിയ നിയമ ഇസ്രായേൽ, അതായത് ക്രിസ്ത്യാനികളെ മൊത്തം ചേർത്തിട്ട്, അതായത് ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന എല്ലാവരെയും കൂടി ചേർത്തിട്ട് പറയുന്നതാണ് ക്രിസ്തു മതം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാണുള്ളത്, ഒന്ന് യഹൂദ മതം, ഒന്ന് ക്രിസ്തു മതം. അപ്പോൾ യഹൂദ മതം എന്താണെന്ന് ഞാൻ പറഞ്ഞു, ഇനി ക്രിസ്ത്യാനികൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു. ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർക്കാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്രിസ്ത്യാനി എന്ന് പറയുന്നത് അവർക്ക് ആരുണ്ട്? പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. അതൊക്കെ നമ്മളിനി തുടർന്ന് വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ ചിന്തിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ ഞാനൊന്ന് നിങ്ങളോടൊന്ന് പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ ഈ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കറിയാം, ഈ ക്രിസ്തു മതത്തിന് പല, എന്താ പറയുക, വിഭാഗങ്ങളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഇവർ പല സ്ഥലങ്ങളിലും എന്താണ്, നമ്മുടെ റോമൻ കത്തോലിക്ക്, പിന്നെ അങ്ങനെയുള്ള സഭകളിൽ, കത്തോലിക്ക സഭകൾ, അതുപോലെയുള്ളിടത്തൊക്കെ എടുത്തു നോക്കുമ്പോൾ നമ്മൾക്കറിയാം, യേശുക്രിസ്തുവിനെ എന്ന് പറഞ്ഞിട്ട്, യേശുക്രിസ്തുവിൻ്റെ ഒരു രൂപം, യേശുവിൻ്റെ രൂപം എന്ന് പറഞ്ഞിട്ട് പല രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അതൊന്നും ശരിയല്ല എന്നുള്ള കാര്യം ഞാൻ ഒന്നും കൂടി ഉറപ്പിച്ച് പറയുകയാണ്. കാരണം നമ്മുടെ ശിഷ്യന്മാർ, അല്ലെ, യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ നമ്മളെ പഠിപ്പിച്ചതാണ് എന്ത്? യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം നമ്മളെ പഠിപ്പിച്ചു. അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അവരൊരിക്കലും ഒരു പിക്ചർ നമ്മളെ എടുത്ത് കാണിച്ചിട്ടില്ല. ഓക്കെ, അന്നത്തെ കാലത്ത് നമ്മൾക്കറിയാം, യേശുക്രിസ്തുവിൻ്റെ ആ ഒരു സമയത്ത് എന്തില്ല, ക്യാമറയൊന്നും ഉള്ളതായിട്ട് ഒരറിവുമില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ പിക്ചർ ആരുടെയും കയ്യിലില്ല എന്നുള്ള കാര്യം നമ്മൾ ഒന്നാമത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ പഴയ നിയമത്തിലും ഒരിക്കലും ദൈവത്തിൻ്റെ രൂപം വെളിപ്പെട്ടിട്ടില്ല. ഓക്കെ, ദൈവത്തിൻ്റെ പിതാവാം ദൈവത്തിൻ്റെ രൂപം അവർക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല, ഒന്നും അവർക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല, ഒരു രൂപം അവർക്ക് കിട്ടിയിട്ടില്ല. അവർ ആ ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ ആ ഒരു പ്രകാശവും ദൈവത്തിൻ്റെ ആ ഒരു, എന്താ പറയുക, ശബ്ദവും ഒക്കെയാണ് അവർ കേട്ടിരിക്കുന്നത്. ഒരിക്കലും അവരെന്ത് കണ്ടിട്ടില്ല? ദൈവത്തിൻ്റെ രൂപം അവർ കണ്ടിട്ടില്ല. പക്ഷേ പുതിയ നിയമത്തിലോട്ട് വരുമ്പോഴും നമ്മൾക്ക് സാധാരണക്കാർക്കായ ആർക്കും ദൈവത്തിൻ്റെ ഒരു പൂർണ്ണ രൂപം ആർക്കും വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. പിന്നെ എവിടെ നിന്നാണ് ഈ പിക്ചറുകളൊക്കെ ഉടലെടുത്തത്? അതൊക്കെ ചുമ്മാ പഴയ കാലത്തുള്ള ഓരോരുത്തരുടെയും ഭാവനയിൽ അവരുണ്ടാക്കിയ സൃഷ്ടികൾ മാത്രമാണ് കേട്ടോ. അതൊന്നുമല്ല ദൈവം. പിന്നെ പുതിയ നിയമ വിശ്വാസികളായി നമ്മൾക്ക് യേശുക്രിസ്തുവിൻ്റെ രൂപത്തെക്കുറിച്ചുള്ളൊരു ഏകദേശ ധാരണ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. എവിടെ നിന്നാണ്? യേശുക്രിസ്തുവിൻ്റെ മുഴുവൻ മഹത്വത്തോടെ ദൈവം ആർക്കാണ് പ്രത്യക്ഷപ്പെട്ടത്? നമ്മുടെ യോഹന്നാൻ നമ്മുടെ വെളിപ്പാട് പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. യേശുക്രിസ്തുവിനെ എങ്ങനെയായിരുന്നു, യേശുക്രിസ്തു എങ്ങനെയാണ് യോഹന്നാൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ യോഹന്നാൻ എന്താണ് കണ്ടത് എന്നുള്ളത് വെച്ചിട്ടുണ്ട്. അത് ഞാനൊന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഓക്കെ, യോഹന്നാൻ്റെ വെളിപ്പാട് കേട്ടോ, വെളിപ്പാട് പുസ്തകം, റെവലേഷൻ, അതെഴുതിയതാരാണ്? യോഹന്നാൻ. യേശുക്രിസ്തുവിൻ്റെ അരുമ ശിഷ്യനായ യോഹന്നാനാണ് ഈ വെളിപ്പാട് പുസ്തകം എഴുതിയിരിക്കുന്നത്. അപ്പോൾ വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് പുള്ളി എന്താണ്, പുള്ളി കണ്ടത്, പുള്ളിയോട് സംസാരിച്ചത് ആണ് പുള്ളി എന്ത് ചെയ്ത് വെച്ചിരിക്കുന്നത്, എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്ത് നമ്മുടെ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിനകത്ത് വേണ്ട കിടപ്പുണ്ട്. എന്താണ് പുള്ളിയോട് സംസാരിച്ച ആ ഒരു ദൈവത്തിൻ്റെ രൂപം എന്തായിരുന്നു എന്ന് യോഹന്നാനോട് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം. അതിനകത്ത് എഴുതിയിരിക്കുകയാണ്, എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻ നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ചും മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും, കാൽ ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യവും, അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു. അവൻ്റെ വലം കൈയിൽ 7 നക്ഷത്രമുണ്ട്. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായത്തിലുള്ള വാൾ പുറപ്പെടുന്നു. അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. ഇതാണ് ദൈവത്തിൻ്റെ രൂപത്തെക്കുറിച്ചുള്ള നമ്മുടെ യോഹന്നാൻ എഴുതി വച്ചിരിക്കുന്നത്. അതായത് യോഹന്നാൻ കണ്ട യോഹന്നാനോട് സംസാരിച്ച മനുഷ്യപുത്രനായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള രൂപം ആണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്. ഓർക്കുക, അതിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ എന്താ പറയുക, വെളുത്ത ഹിമം പോലെ വെളുത്ത മുടിയാണ്. അപ്പം നമ്മൾക്ക് ഇന്ന് കാണുന്ന യേശുക്രിസ്തുവിൻ്റെ രൂപമൊക്കെ എങ്ങനെ വരച്ചു വെച്ചേക്കുന്നത്? നല്ല കറുത്ത കട്ടക്കറുപ്പ് മുടിയാണല്ലേ. അപ്പോൾ ഇവർ പറയുന്നത് അത്
എന്താ പറയുക, നമ്മുടെ മനുഷ്യനായിട്ട് അവതരിച്ച ആ യേശുവിൻ്റെ രൂപമാണെന്ന്. അന്നത്തെ കാലത്ത് ഫോട്ടോ ഒന്നും എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതും നുണയാണ്. അതല്ല യേശുവിൻ്റെ രൂപം. അതൊക്കെ പണ്ടത്തെ കാലത്ത് ഏതോ ഡ്രാമയൊക്കെ കളിച്ചതിനകത്ത് ഈ യേശുക്രിസ്തുവിൻ്റെ രൂപം കെട്ടിയ മനുഷ്യൻ്റെ ഒരു പിക്ചറാണത്. അപ്പോൾ ആ മനുഷ്യൻ്റെ പിക്ചർ ആ പുള്ളി തന്നെയാണ് നമ്മുടെ എന്താ പറയുക യൂദായുടെ വേഷവും കെട്ടിയതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്കറിയാം ഇന്നത്തെ ചരിത്രപ്രസിദ്ധമായ ഡാവിഞ്ചിയുടെ ഒരു പിക്ചറൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് നോക്കുമ്പോൾ തന്നെ നമ്മൾക്കറിയാം 12 ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരാളെ ഒരു പെണ്ണായിട്ടൊക്കെ വരച്ചു വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾക്ക് വ്യക്തമായി വചനത്തിൽ പറയുന്നുണ്ട് യേശുക്രിസ്തുവിൻ്റെ കൂട്ടത്തിൽ അന്ത്യ അത്താഴത്തിൽ ആരാണുള്ളത്? 12 ശിഷ്യന്മാരും യേശുക്രിസ്തുവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമ്മളുടെ അടിസ്ഥാന വേദപുസ്തകത്തിനകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് അവിടെ ഒരു പെണ്ണിൻ്റെ പിക്ചറൊക്കെ വന്നത്? അപ്പോൾ അതൊന്നുമല്ല. കാരണം അതുമല്ല, യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ പത്രോസ് മാത്രമേ പ്രായപൂർത്തിയായിട്ടുള്ള ആളുണ്ടായിരുന്നുള്ളൂ. പുള്ളി മാത്രമേ കല്യാണം കഴിഞ്ഞ് പ്രായപൂർത്തിയായിട്ടുള്ളൂ. പുള്ളിക്ക് വേണ്ടി മാത്രമേ ടാക്സ് അടച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ആരാണ്? മൈനറാണ്, ചെറിയ പിള്ളേരാണ്. അപ്പോൾ ആ പിക്ചറുകൾ വല്ലതും ആണോ അതിനകത്തുള്ളത്? അപ്പോൾ അതൊന്നുമല്ല. അപ്പോൾ ഡാവിഞ്ചി എന്ന് പറയുന്ന ആൾ പുള്ളിയുടെ ഒരു ഭാവനയിൽ പുള്ളി അങ്ങ് വരച്ചു വെച്ചിരിക്കുന്നതേ ഉള്ളൂ. അതൊന്നും അല്ല കേട്ടോ നമ്മളുടെ ക്രിസ്ത്യാനികളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. വിശുദ്ധ വേദപുസ്തകം, അതായത് വിശുദ്ധ ബൈബിള് മാത്രമാണ് നമ്മളുടെ ക്രിസ്ത്യാനികളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ കാണുന്ന പിക്ചറുകളൊന്നുമല്ല, അത് വേറെ ആരോ ആണ്. ഒറ്റ കാര്യം ഓർക്കുക, നമ്മളുടെ കുടുംബത്തിൽ ഇപ്പോൾ നമ്മളുടെ വീട്ടിൽ ഇപ്പോൾ നമ്മുടെ ഒരു വല്യപ്പച്ചനുണ്ട്, വല്യമ്മച്ചി ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ ഈ വല്യപ്പച്ചനെ എടുത്താൽ ഈ വല്യപ്പച്ചൻ മരിച്ചുപോയി കഴിയുമ്പോൾ നമ്മൾ മരിച്ചുപോയ ഒരാളുടെ ഫോട്ടോ നമ്മൾ വീട്ടിൽ വെക്കുമല്ലോ. അപ്പോൾ ഈ വല്യപ്പച്ചൻ്റെ ഫോട്ടോയ്ക്ക് പകരം നമ്മൾ അടുത്ത വീട്ടിലെ വല്യപ്പച്ചൻ്റെ ഫോട്ടോ കൊണ്ടുവന്ന് വെച്ചാൽ അത് നമ്മുടെ വല്യപ്പച്ചനാകുമോ? ആകത്തില്ല. അത് അടുത്ത വീട്ടിലെ വല്യപ്പച്ചനാണ് എന്ന് പറയുന്നത് പോലെ യേശുക്രിസ്തുവിൻ്റെ ഫോട്ടോയാണെന്ന് പറഞ്ഞ് നമ്മൾ വേറൊരാളുടെ പിക്ചർ ഫോട്ടോ വെച്ചിട്ട് അത് യേശുക്രിസ്തുവിൻ്റെ രൂപമാണെന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? അർത്ഥമില്ല. അതുകൊണ്ട് തെമ്മാടിത്തരമാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. അത് ചുമ്മാ ആൾക്കാർ പൈസ ഉണ്ടാക്കാനുള്ള ഒരു തന്ത്രമായിട്ട് മാത്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾക്കറിയാം അങ്ങനത്തെ പിക്ചറുകൾ വിട്ട് എന്തോരം പൈസ കത്തോലിക്ക സഭയൊക്കെ ഉണ്ടാക്കുന്നതല്ലേ. പൈസ ഇഷ്ടം പോലെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ പുറകെ പോകരുത്. കാരണം അതല്ല ദൈവം എന്ന് പറയുന്നത് കേവലം ഒരു മനുഷ്യൻ്റെ രൂപമല്ല എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. അത് വ്യക്തമായി വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്ത് ഒരൊറ്റ കാര്യം കൂടി ഞാനൊന്ന് പറയട്ടെ. അതിനകത്ത് സൂര്യനേക്കാൾ ശോഭയേറിയത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരു സൂര്യനെ പോലും അതിൻ്റെ പൂർണ്ണ ശോഭയോടെ വരയ്ക്കുവാൻ ഇന്ന് വരെ ഒരു കലാകാരന്മാർക്കും കഴിഞ്ഞിട്ടില്ല അല്ലേ. എല്ലാവരും ഒരു വട്ടം വരയ്ക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വര വെക്കും, അത് ഭയങ്കര മനോഹരമായിട്ടൊക്കെ വരച്ച് വെക്കും. പക്ഷേ ആ ഒരു ഒറിജിനൽ സൂര്യൻ്റെ രൂപം വരയ്ക്കുവാൻ ഇന്നും ആർക്കും, അതിൻ്റെ പ്രഭയോടെ വരയ്ക്കുവാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ദൈവത്തിൻ്റെ ആ ഒരു പൂർണ്ണ ശോഭയോടെ വരയ്ക്കുവാൻ ഒരു ചിത്രകാരന്മാർക്കും പറ്റത്തില്ല. ഈ കണ്ട യോഹന്നാൻ എന്താ ചെയ്തത്? പുള്ളി അവിടെ ബോധം കെട്ടുപോയി എന്ന് പറയുന്നത്. ദൈവത്തെ കണ്ടപ്പോഴത്തേക്കും പുള്ളി ബോധം കെട്ടുപോയി. അത്രയും വലിയ ഒരു ദൈവമാണ്. അപ്പോൾ അത്രയും പ്രഭയുള്ള ഒരു ദൈവമാണ്. ആ ദൈവത്തെ കണ്ടു നിൽക്കാൻ ഒരു സാധാരണക്കാരനൊന്നും പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഈ വെച്ചിരിക്കുന്ന എന്താ പറയുക, ഈ നമ്മുടെ വീടുകളിലും നമ്മളുടെ കത്തോലിക്ക സഭകളിലും ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ചിരിക്കുന്ന രൂപത്തിൻ്റെ മുൻപിൽ പോയിട്ട് നിങ്ങളുടെ പൈസയും ഒന്ന് നിങ്ങൾ ഇട്ട് നിങ്ങളുടെ സമയം വേസ്റ്റാക്കാതിരിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ഗുണവും കിട്ടാൻ പോകുന്നില്ല എന്നുള്ള കാര്യം കൂടെ ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോടൊന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചു എന്താണ് ക്രിസ്തുമതം എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞു വെച്ചു. യഹൂദമതം എന്താണ്, ക്രിസ്തുമതം എന്താണ് എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞു. യേശുക്രിസ്തുവിൻ്റെ രൂപം എന്താണെന്നുള്ളത് യോഹന്നാന് വെളിപ്പെട്ടത് എന്നുള്ളതും ഞാനൊന്ന് പറയുവാനിടയായി തീർന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾക്കൂടെ വൈൻഡപ്പ് ചെയ്യാം. ബാലൻസ് ഇതിൻ്റെ ബാക്കി നമ്മൾക്ക് നാളെ ചിന്തിക്കാം. എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.